ഹരേ കൃഷ്ണ. ഹനുമാൻ സ്വാമിക്ക് ആഞ്ജനേയൻ എന്നൊരു നാമമുണ്ട് അല്ലെ. അഞ്ജനി പുത്രൻ എന്നൊക്കെ ഉള്ള ഒരു നാമം അദ്ദേഹത്തിനുണ്ട് അല്ലെ. അപ്പോ അഞ്ജന എന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ നാമമാണ്. അതുകൊണ്ടാണ് ആഞ്ജനേയൻ എന്നൊരു പേര് അദ്ദേഹത്തിന് വരുന്നത്. അഞ്ജന ദേവിക്ക്, അതായത് ഹനുമാൻ സ്വാമിയുടെ അമ്മയായ അഞ്ജന ദേവിക്ക് ഒരു പൂർവ്വജന്മ കഥയുണ്ട്. ആ കഥ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. ലോകത്തെ അതിസുന്ദരിമാരായിട്ടുള്ള അപ്സരസുകളിൽ ഒരു അപ്സരസിന്റെ പേരായിരുന്നു പുഞ്ചികസ്ഥല എന്നത്. ആ അപ്സരസ് ആവട്ടെ വളരെ വലിയൊരു ശിവഭക്ത തന്നെയായിരുന്നു. അങ്ങനെ ഒരിക്കൽ പൃഥ്വി ലോകത്ത്, അതായത് ഭൂമിയിൽ പുഞ്ചികസ്ഥലയും അവരുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സഖിമാരോടൊത്ത് കളിക്കാനായിട്ട് പൃഥ്വി ലോകത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് അവിടെ ഒരു മഹാമുനി തപസ് ചെയ്യുന്നത് കാണുന്നത്. ഈ മുനി ബൃഹസ്പതി ആണെന്നും ദുർവാസാവാണെന്നും ഒക്കെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ തപസ്സിലാണ്ടിരിക്കുന്ന മുനിയെ കാണുന്ന സമയത്ത് അപ്സര കന്യകയായ പുഞ്ചികസ്ഥലയ്ക്ക് ഒരു ചെറിയ ഒരു കുസൃതി തോന്നുകയാണ്. ഒരു വാനര രൂപം എടുത്ത് ആ ഒരു മുനിയെ കുറച്ചു നേരം എന്താ പറയാ തപസ്സിനെ ഭംഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആവുകയാണ്. ദുർവാസാവ് വളരെയധികം കോപിഷ്ഠനാവുകയാണ്. അങ്ങനെ ആ ഒരു അപ്സരസിനെ ദുർവാസാവ് ശപിക്കുകയാണ്. എന്താണ് ആ ശാപം? വാനര രൂപം കൊണ്ട് നീ എന്നെ ഒരുപാടധികം ദ്രോഹിക്കുകയാണ്, ഒരുപാടധികം ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ജന്മം നീ ഒരു വാനര സ്ത്രീ ആയിട്ട് തന്നെ ജനിക്കട്ടെ എന്ന്. ഇതാണ് ആ ഒരു ശാപം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശാപം ഏറ്റതിനു ശേഷമാണ് അപ്സര കന്യകയ്ക്ക് അവർ ചെയ്ത തെറ്റിന്റെ ആഘാതം എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. അങ്ങനെ തെറ്റ് മനസ്സിലാക്കുന്ന അപ്സര കന്യക ദുർവാസാവ് മുനിയുടെ കാൽക്കലിൽ വീണ ക്ഷമ അപേക്ഷിക്കുകയാണ് കേട്ടോ. അപ്പൊ ദുർവാസാവ് മുനിക്ക് ദേഷ്യം ഉള്ളത് മൂക്കിന്റെ തുമ്പത്താണ്. പക്ഷെ എങ്കിൽ പോലും അത് ക്ഷണ നേരത്തേക്കേ ഉള്ളൂ എന്നതാണ് പറയാം. അപ്പൊ വളരെയധികം അപ്സര കന്യക വളരെയധികം ക്ഷമ ചോദിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് അലിയുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു ശാപമോക്ഷത്തിനുള്ള ഒരു വഴിയും പറഞ്ഞു കൊടുക്കണം. ആ ശാപത്തിന്റെ ആക്കം കുറയ്ക്കാനുള്ള വഴിയും പറഞ്ഞു കൊടുക്കണം. നീ വളരെ വലിയ ശിവഭക്തി ആയതുകൊണ്ട് തന്നെ അടുത്ത ജന്മം നിനക്ക് ജനിക്കുന്ന പുത്രൻ എന്ന് പറയുന്നത് മഹാവീരനായിരിക്കും എന്നതായിരുന്നു അദ്ദേഹം കൊടുക്കുന്ന ഒരു ശാപത്തിന് ഒരു ആക്കം കുറയ്ക്കാനായിട്ട് കൊടുക്കുന്ന ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു അപ്സര കന്യക ത്രേതായുഗത്തിൽ പുനർജനിക്കുന്നത് അഞ്ജന ദേവി ആയിട്ടാണ് പുനർജനിക്കുന്നത്. വാനര യോദ്ധാവായ കേസരിയുടെ പത്നിയുമായി തീരുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വളരെ വലിയ ശിവഭക്തരാണ് ഈ ഒരു ജന്മത്തിലും. അങ്ങനെ അവർ കഠിനമായിട്ട് ഭഗവാൻ ശിവശങ്കരനെ തപസ് ചെയ്യുകയാണ്. എന്തിനാണ് തപസ് ചെയ്യുന്നത്? ശിവശങ്കരനെ അവരുടെ പുത്രനായി ലഭിക്കാനായിട്ടായിരുന്നു അവർ തപസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവരുടെ ഈ പ്രാർത്ഥനയിലും തപസ്സിലും ഒക്കെ സംപ്രീതനായ ശിവശങ്കരൻ അവർക്ക് അവരുടെ പുത്രനായി ജനിക്കുകയാണ്. അപ്പോ ഹനുമാൻ സ്വാമിയാണ് പുത്രനായിട്ട് അവർക്ക് ജനിക്കുന്നത്. സാക്ഷാൽ ഹനുമാൻ സ്വാമി ശിവശങ്കരന്റെ ഒരു അംശാവതാരം തന്നെയാണ്. അങ്ങനെ അത്ര മഹാവീരനായ ഒരു പുത്രന് ജന്മം നൽകിയ ഒരു വീരമാതാവാണ് അഞ്ജനാദേവി. അപ്പോ എല്ലാവർക്കും അഞ്ജനാദേവിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും അനുഗ്രഹം പ്രാപ്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.